നമസ്കാരം. ഫോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ് ഫോട്ടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. എന്താണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത? നമുക്ക് വളരെ വിശദമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരൊറ്റ ക്ലിക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ചിത്രത്തിനെ മനോഹരമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള ആപ്പാണ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്. ഒട്ടനവധി ഫിൽറ്റേഴ്സ് മറ്റ് ആപ്പുകളെ കമ്പയർ ചെയ്യുമ്പം ഒത്തിരി ഫിൽറ്റേഴ്സ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ ആപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം. നമ്മുടെ ഇമേജിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ ചിത്രത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് രസകരമായിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രത്യേകതകളുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് ചിത്രത്തിനെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്. ഇനി നമുക്ക് ഈ ആപ്പിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ട് കിടക്കാം. പവർഫുൾ ക്രോപ്പിംഗ് ടൂൾ, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്രോപ്പിംഗ് ടൂളാണ് ഈ ആപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റ് ആപ്പുകളിലൊക്കെ നമ്മൾ ആസ്പെക്ട് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് നമ്മുടെ പർപ്പസിനനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സ്പെസിഫിക് ക്രോപ്പിംഗ് ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് കവറിന് വേണ്ടിയിട്ടുള്ള ക്രോപ്പിംഗ് ഉണ്ട്. അതുപോലെ യൂട്യൂബിന് വേണ്ട ആസ്പെക്ട് റേഷ്യോ, ട്വിറ്ററിന്, അതുപോലെ പിൻട്രസ്റ്റിൽ നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന്, അങ്ങനെ നമ്മുടെ പർപ്പസിനനുസരിച്ച് നമുക്ക് ക്രോപ്പിംഗ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത. ഫിൽറ്ററുകളുടെ കലവറയാണ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്. ഒട്ടനവധി വെറൈറ്റീസ് ഓഫ് ഫിൽറ്റേഴ്സ് നമുക്ക് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്സിൽ കാണാം. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിനനുസരിച്ച് നമുക്ക് പോർട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റിന് അനുയോജ്യമായിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. നേച്ചറിന് വേണ്ടിയിട്ടുള്ള ഇമേജുകൾക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ പർപ്പസിനനുസരിച്ച് ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് കൂടാതെ ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ്, ഡ്യുവൽ ടോൺ തുടങ്ങിയ നല്ല ഫിൽറ്റേഴ്സ് വേറെയുണ്ട്. അടുത്തത്, നമ്മൾ ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ചിത്രത്തിൽ ഡയറക്റ്റ് ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് പോകുന്നതിന് പകരം ആ അപ്ലൈ ചെയ്ത ഫിൽറ്റർ അതിൻ്റെ എമൗണ്ട് എത്രത്തോളം ആ ചിത്രത്തിന് സ്യൂട്ടബിൾ ആയിട്ട് വേണം എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഫിൽറ്റർ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഓരോ ഫിൽറ്ററും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടെ നമുക്ക് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളൊരു ചിത്രം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റൈലിഷ് ടെക്സ്റ്റ് ഓപ്ഷൻ. നമ്മൾ സ്നാപ്സീഡിലൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പം അതിലുള്ള ടെക്സ്റ്റ് എഡിറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. വളരെ കുറഞ്ഞ ഫോണ്ടുകളും വളരെ നോർമൽ ആയിട്ടുള്ള ഫോണ്ട് സ്റ്റൈലുകളും ഒക്കെയാണ് നമുക്ക് സ്നാപ്സീഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഫോട്ടോഷോപ്പ് എക്സ്പ്രസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ മോഡേൺ ആയിട്ടുള്ള, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ വെറൈറ്റീസ് ഓഫ് ഫോണ്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും ഒക്കെ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ആപ്പ് ഉപയോഗപ്പെടുത്താം. ടെക്സ്റ്റ് എഡിറ്റിംഗ് ഓപ്ഷൻ കൂടാതെ നമുക്ക് ആ ചിത്രത്തിൽ കുറച്ചുകൂടെ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ആ ചിത്രത്തിനെ രസകരമാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഓപ്ഷൻസ് കൂടെ ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് ആപ്പുകളിലുള്ള ചില ഫീച്ചേഴ്സ്, അതായത് അഡോബിയുടെ തന്നെ ലൈറ്റ് റൂമിലുള്ള സ്പ്ലിറ്റ് ടോണിംഗ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിലുള്ള നമ്മളെ ഹീലിംഗ് ടൂള്, ഇതൊക്കെ നമ്മളെ ഈ ഫോട്ടോ എഡിറ്റിങ്ങിനെ വളരെ സഹായമാകുന്ന രീതിയിൽ ഈ ആപ്പിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഫോട്ടോ കൊളാഷുകൾ. ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പിക്ചർ കൊളാഷുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ കൊളാഷ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമേജുകൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൊളാഷുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരം ലേഔട്ടുകൾ അവൈലബിൾ ആണ്. ഈ അവൈലബിൾ ആയിട്ടുള്ള ലേഔട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിക്ചർ കൊളാഷുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ലൈക്ക് അടിച്ചും കമൻ്റ് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.